വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ ഉള്ളത് ഹോച്ചിമിനിലാണ്. ഇന്ന് രാവിലെ ഒരു 7 o'clock ആകുമ്പോഴാണ് നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിൽ ലാൻഡ് ചെയ്തത്. നമ്മൾ ഹനോയിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഹോച്ചിമിനിലേക്ക് വന്നത്. സോ ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഫുൾ ഡേ ടൂർ പോവാണ്. നമ്മൾ പോകുന്ന സ്ഥലം മേക്കോങ്ങിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ ഫുൾ ഡേ ടൂറാണ്. നമ്മൾ ഇത്രയും ദിവസം വിയറ്റ്നാമിൽ നിന്നിട്ട് ഒരുപാട് ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഗ്രൂപ്പായിട്ട് പോയിട്ടുണ്ട്. ഞാനും അജയും ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു പ്രൈവറ്റ് കാറിൽ ഇത്ര പ്രൈവസി ആയിട്ട് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഗൈഡ് ആനിയാണ്. മീറ്റ് ആനി. ആനി സേ ഹായ്. ഹലോ. ആനിയാണ് നമ്മളെ എയർപോർട്ടിൽ നിന്ന് വന്ന് പിക്ക് ചെയ്തത്. ആനിയാണ് നമ്മൾ എന്നിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷ് ആയി. ഇപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇതിന് പറയാ, ബാൻമി മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് മേക്കോങ്ങിലേക്ക് പോവാണ്. ഓൾമോസ്റ്റ് ഒരു 2 hours ഡ്രൈവ്. എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തേക്കും ഒരു 2 മണിക്കൂർ ഡ്രൈവ് തന്നെയാന്ന് തോന്നുള്ളൂ. സാപ്പയിലേക്കാണെങ്കിലും ഹാലോബെയിലേക്കാണെങ്കിലും ഒക്കെ. അപ്പൊ ഇവിടുന്ന് ഒരു 2 hours ഡ്രൈവ് ഉണ്ട്. ഈ ഒരു ടൂർ, അതായത് ഹോച്ചിമിനിലെ മേക്കോങ് എന്ന് പറഞ്ഞ ഈ ഒരു ടൂർ നമുക്ക് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തതും അതെല്ലാം കോർഡിനേറ്റ് ചെയ്തത് നമ്മുടെ WebCRS ആണ്. നിങ്ങൾക്കറിയാം, WebCRSന്റെ ഒരു ഇന്ത്യ വിയറ്റ്നാം ടൂറിസം ഡെലിഗേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിയറ്റ്നാമിൽ വന്നതെന്നുള്ളത് തന്നെ ഇതിന്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞിട്ട് ടീമും WebCRSന്റെ ടീമും മീഡിയ ടീമും അവരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോയി. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ആനിയാണ് നമ്മൾ അവിടെ വരെ കൊണ്ടുപോകുന്നത്. സോ ആനി വിൽ ബി ടേക്കിംഗ് us there and she will be dropping us there. പിന്നെ അവിടെ വേറൊരു ഗൈഡ്. സേ നമസ്തേ. നമസ്കാരം. Yes, that is Malayalam. First you said Hindi. So North Indian and South Indian language. So you learn 2 languages. അപ്പൊ നമുക്ക് എന്തായാലും മേക്കോങ്ങിലേക്ക് പോകാം. ഇവ മാക്ക പറയുന്നത് 2 മണിക്കൂറുണ്ട്. എന്താ ചെയ്യാൻ പോവാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഉറങ്ങാൻ പോകുന്നു. ബാക്കി എന്റെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്ന അജയാണ്. കാരണം അതുകൊണ്ടാണ് അജയനെ ഞാൻ ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയത്. ഓക്കെ അജയ്, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, മഴ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ആനി പ്രോ റൈഡർ. നമ്മള് ശരിക്കും ലക്കിയാണ്. കാരണം നമ്മൾ ഇനി ഒരു 3 more days കൂടി വിയറ്റ്നാമിലുള്ളൂ. ജൂൺ എൻഡ് ആകുമ്പോഴാണ് ഇവിടെ മൺസൂൺ സ്റ്റാർട്ട് ആകുന്നത്. അപ്പം 2 ദിവസം മുമ്പേ കുറേശ്ശെ മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെയൊക്കെ ഹനോയിൽ നല്ല മഴയായിരുന്നു. നമ്മള് എന്താ പറയാ, എയർപോർട്ടിലേക്ക് വരുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ ആകെ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇന്നും നാളെയും ഒരു 2 സ്ഥലത്തും കൂടെ പോവാനുണ്ട്. അതായത് ഇന്ന് മേക്കോങ്ങിലും നാളെ നമുക്ക് കൂച്ചി ടണലും കൂടെ പോവാനുണ്ട്. അത് 2 കഴിഞ്ഞാൽ മറ്റന്നാൾ നമ്മൾ ഫ്രീ ആണ്. രാത്രിയാണ് നമ്മുടെ ഫ്ലൈറ്റ്. ജസ്റ്റ് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ബാക്ക് ടു ഇന്ത്യ. അപ്പൊ ഈ 2 ദിവസം കൂടെ മഴ പെയ്യാതെ മഴയും കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വിയറ്റ്നാം യാത്ര നമുക്ക് പരിപൂർണതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു 3 ദിവസമാണ് നമ്മൾ ഹോച്ചിമിൻ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ച. വിയറ്റ്നാമിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഹോച്ചിമിൻ. പക്ഷെ മഴ കാരണം എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ഇനിയിപ്പോ ഇന്നത്തെ ട്രിപ്പ് ആണെങ്കിലും ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്കിങ്ങനെ പോകെ നോക്കാം. നമ്മള് ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. ഞാൻ വാഷ്റൂമിലും അവിടെയൊക്കെ പോയി. ആനി ഇതേ അജയനെയും കൊണ്ട് ഇപ്പത്തെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ സ്ഥലമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയതാണ്. എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ. ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഈ പുളി, നമ്മുടെ നാട്ടിലെ പുളി. അജയ് ഡംപ്ലിങ്സ് വാങ്ങാൻ പോവാണ്. ഇവിടെ ഭയങ്കര ഡിസ്കഷനാണ്. ആനിയാണ് എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് ചോദിക്കുന്നത്. ബൈ ദ വേ ആനിയും വീഗനാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അജയ്ക്ക് കുറച്ചുകൂടി ഒരു സപ്പോർട്ട് കിട്ടി. ഇവിടെ ഉള്ളവർക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ല. നമ്മള് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തന്നെ ചോദിക്കണം. ആ കുട്ടിക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല എന്നാ തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഗൂഗിൾ ട്രാൻസ്ലേറ്റില് നമ്മള് സംസാരിക്കുന്നത് അതിന് കാണിച്ചു കൊടുത്തിട്ടും അതിനൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. അപ്പം ഒട്ടും അതിന് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കാര്യമൊന്നും അറിയത്തില്ല. കാരണം അതിൽ ഏതോ ഒന്ന് അവക്കാഡോ ചീസ് പോപ്കോൺ ആണ്. അതിൽ ഏതാന്ന് ആ കുട്ടിക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞങ്ങള് പോപ്കോൺ മേടിച്ചില്ല. സ്വീറ്റ് ആണോ? എന്താ ഇതിന്റെ ഉള്ളില്? ബണ്ണ് പോലെ അല്ലേ? ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് പോപ്കോൺ മേടിച്ചു എന്നുള്ളത് ആനി പോയി സംസാരിച്ചിട്ടുണ്ടാവും. അത് ഏതൊക്കെ ഫ്ലേവർ ആയിരുന്നു? പോപ്കോൺ മേടിച്ചപ്പോഴുള്ള
അജയുടെ ഒരു സന്തോഷം. അജയുടെ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് പോപ്കോൺ. ചീസ്, ചോക്ലേറ്റ്, അവക്കാഡോ ഇത് മൂന്നായിരുന്നോ? അപ്പൊ ചീസ് വീഗൻ അല്ല, ബാക്കി രണ്ടും വീഗനാണ്. ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് മറ്റേ ചോക്ലേറ്റ് മാത്രം, മിൽക്ക് ഇല്ല, മറ്റേ അവക്കാഡോ. അപ്പൊ അത് രണ്ടും മിക്സ് ചെയ്തെടുക്കും. നമ്മളിതാ ഒരു 2 hours ഡ്രൈവിന് ശേഷം മെക്കോങ്ങിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന റിവർ ആണ് മെക്കോങ്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് ബോട്ട് റൈഡിന് പോവാണ്. ഒരു 2 hours ഉണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ ബോട്ടിന്റെ ഡ്രൈവർ തോന്നുന്നു. നമ്മളിതേ ബോട്ടിലേക്ക് പോവാണ്. കവേർഡ് ആയിട്ടുള്ള ബോട്ടാണ്, അപ്പൊ അതുകൊണ്ട് മഴ പെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിതാ ബോട്ടിൽ വെറുതെ ചിൽ ചെയ്ത് പോകുന്നു. മഴയില്ല, ഒന്നും കൊള്ളത്തില്ല, നമ്മൾ മാത്രം ഓടി നടക്കാൻ നമുക്ക്. ഞങ്ങള് രണ്ടുപേരും പിന്നെ ടൂർ ഗൈഡും മാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. ഒരു 10 minutes ആണ് നമുക്ക് ഈ ബോട്ട് റൈഡ് ഉണ്ടായിരുന്നത്. ശരിക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ മാത്രമായതുകൊണ്ട് തന്നെ ശരിക്കും ഞങ്ങൾക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. മേക്കോങ് റിവറിൽ കൂടിയാണ് നമുക്ക് ഈ ഒരു ബോട്ട് റൈഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബോട്ട് റൈഡ് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഒരു ഫാമിലേക്കാണ്. ഈ ഒരു ഫാമിലൂടെ നടന്നിട്ടാണ് നമ്മൾ മേക്കോങ് ആ ഒരു വില്ലേജിലുള്ള ബോട്ട് റൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ടൂർ ഗൈഡ് കൊണ്ടുപോയത് ഒരു ഹണി ബി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഫർണിച്ചർ എല്ലാം കോക്കനട്ട് വെച്ചിട്ടാണ് ഇവർ ചെയ്തത്. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഗ്ലാസ് പോലത്തെ സാധനം കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ശരിക്കും ഗ്ലാസ് ആണെന്നാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം മറ്റേ ഷെൽസ് വെച്ചിട്ട്, അതായത് ശംഖ് വെച്ചിട്ട് അവർ ചെയ്യുന്നതാണെന്നുള്ളത്. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു ഈ ഫർണിച്ചർ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ ശംഖ് വെച്ചിട്ട് ഇതെല്ലാം ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര ഫിനിഷിംഗ് ആയിരുന്നു ഇവരുടെ ഈ ഒരു ഫർണിച്ചറും ഈ ഒരു കാര്യങ്ങളും എല്ലാം. നെക്സ്റ്റ് ഇതാ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഹണി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ ഇപ്പം ഇവര് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ സീഡ് ആഡ് ചെയ്തിട്ടുണ്ട്, പോളൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡയബറ്റീസിനൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ദേ ചെറിയ ലെമണും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കുക. ഇതെല്ലാം മിക്സ് ചെയ്തത് ചൂട് വെള്ളത്തിലാണ്. അജയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല, കാരണം അജയ് വീഗൻ ആയതുകൊണ്ട് അജയ് ഇത് കഴിക്കത്തില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അങ്ങനെ വലിയൊരു ഹണി ഫാൻ ഒന്നുമല്ല. നമ്മളിതേ അടുത്തത് മലമ്പാമ്പിനെ കാണാൻ പോവുകയാണ്. എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാനൊരു ഡിസ്റ്റൻസ് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമുക്കതിനെ എടുത്ത് കയ്യിലൊക്കെ വെക്കാം, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ആ ഏരിയയിലേക്കേ പോകത്തില്ല. ആ പുള്ളിക്കാരിനോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയണേ. അജയ് എടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, അജയ് വീഗനാണ്. അപ്പൊ അതുകൊണ്ട് അജയ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്റർടൈൻ ചെയ്യത്തില്ല. അപ്പൊ ജസ്റ്റ് തൊട് മാത്രമേ ചെയ്തിട്ടുള്ളൂ അജയ്. എനിക്ക് തൊടാൻ തന്നെ പേടിയാണ്. എനിക്ക് പാമ്പ് എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. അജു തൊടല്ലടാ. കുതിരവണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ കുതിരേന്റെ ഈ കൊളമ്പടി സൗണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിങ്ങനെ അജയ്ക്ക് വണ്ടി കയറാൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു, കാരണം അവൻ എന്താ പറയാ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ എന്റർടൈൻ ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ അവൻ നടന്നു വരാന്ന് ഗൈഡിന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്, നടന്നു വരാൻ പറ്റത്തില്ല. അപ്പൊ ഗൈഡ് നിർബന്ധിച്ചിട്ടാണ് അജയ് വണ്ടി കയറിയത്. പക്ഷെ പേഴ്സണലി അവന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഇപ്പൊ നേരത്തെ അവിടെ പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ജസ്റ്റ് തൊട്ടൂന്നേ ഉള്ളൂ. ഞാൻ തൊടാൻ പോലും പോയില്ല, കാരണം എനിക്കത് പേടിച്ചിട്ടാണ്. എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. ഒരു രീതിയിലും ഇങ്ങനത്തെ ആനിമൽസിന്റെ ഒരു കാര്യങ്ങളും എന്റർടൈൻ ചെയ്യാത്ത ഒരാളാണ്. ഒബിയസ്ലി അവൻ നല്ല വീഗൻ ആയിട്ടുള്ള ആൾക്കാരും അത് എന്റർടൈൻ ചെയ്യത്തില്ല. ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ട്രോപ്പിക്കൽ ഗാർഡനിൽ കൂടെ ഒരു ചെറിയൊരു വാക്കുണ്ട്. ഈ ഒരു ഫാമിൽ കൂടെ നടന്നു പോയിട്ടാണ് നമ്മൾ ഈ വില്ലേജത്തെ ഈ ഒരു ബോട്ട് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഇത്ര നടന്നതുകൊണ്ടും പിന്നെ ഹോഴ്സ് റൈഡൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. ചെറിയൊരു സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ അതെല്ലാം ഈ ടൂർ പാക്കേജിലുള്ളതാണ് കേട്ടോ, നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാം. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ചെറിയൊരു സ്നാക്കും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവർ ഈ ഗാർഡനിൽ തന്നെ പ്ലക്ക് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ ഇവരുടെ തന്നെ ചെറിയൊരു പെർഫോമൻസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ബോട്ട് റൈഡിന് പോകുന്നത്. ഇവര് പാട്ട് പാടുന്നത് കഴിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ഇവിടെ വിയറ്റ്നാമിൽ വന്നിട്ട് ഫ്രൂട്ട്സ് ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്കതേ ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലത്തെ മാതിരി യെല്ലോ കളറല്ല, ഒരു ഓറഞ്ച് കളറാണ് ഇവിടുത്തെ ചക്ക. എനിക്ക് പൊതുവേ ചക്ക അത്ര ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ, പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ
സപ്പോട്ടയാണ്, നമ്മുടെ നാട്ടില് ചിക്കു. ഓ എൻ്റെ പൊന്നോ, എന്തൊരു ടേസ്റ്റാന്നറിയോ ഇതിങ്ങനെ. എന്തൊരു മധുരമാണെന്നറിയോ. ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതെന്താന്നുള്ളത് എനിക്കറിയത്തില്ല, എന്തോ ഒരു ഫ്രൂട്ടാന്നാ പറഞ്ഞ്. അത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗൈഡ് അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഇത് പേരയ്ക്ക, നമ്മുടെ നാട്ടിലത്തെ മാതിരി ചെറിയ പേരയ്ക്കല്ല, വലിയ പേരയ്ക്കാണ് ഇവിടെ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതേപോലെ പൈനാപ്പിൾ എനിക്ക് നോർമലായിട്ട് തന്നെ എനിക്ക് തോന്നി, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൈനാപ്പിൾ പോലെ തന്നെയാണ്. പക്ഷെ ചക്ക, സപ്പോട്ട, പേരയ്ക്ക ഇതൊക്കെ ഒരു രക്ഷയില്ല. ഇവരുടെ വിയറ്റ്നാമീസ് ഫുഡിനെക്കാട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം വിയറ്റ്നാമീസിലെ ഫ്രൂട്ട്സ് ആണ്. അത് ഇവിടുത്തെ മാത്രമല്ല, തായ്ലൻഡിലാണെങ്കിലും ഫ്രൂട്ട്സ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമുക്ക് ഇവിടുന്ന് ഇതുപോലുള്ള കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവരുണ്ടാക്കുന്ന ഈ കാഷ്യൂസും പിന്നെ അതേപോലെ കൊക്കോ പൗഡറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒറിജിനൽ ആയിട്ടുള്ള ഈ സാധനം നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ പൈസ വളരെ കുറവായിരുന്നു. രാവിലെ ATM പൈസ എടുക്കാൻ അജയ് വിട്ടുപോയി. അപ്പം നമ്മുടെ ടൂർ ഗൈഡാണ് അജയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള പൈസ കൊടുത്തത്. കാരണം ഞാനും അജയും സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ടൂർ ഗൈഡിന് മനസ്സിലായി നമ്മുടെ കയ്യിൽ പൈസ കുറവാണെന്നുള്ള. ആള് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. കാരണം പുള്ളി പൈസ തന്നോണ്ട് പറയല്ല, ഇവിടെ വിയറ്റ്നാമീസിലുള്ള എല്ലാ ടൂർ ഗൈഡും ആൾക്കാരും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. നമ്മൾ കസ്റ്റമേഴ്സിനെ ആണെങ്കിലും നമ്മുടെ ടൂറിസ്റ്റുകളെ ആണെങ്കിലും വളരെ നന്നായിട്ടാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. തായ്ലൻഡിലുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ മാതിരിയൊന്നും അല്ല. ഞാനാകെ തായ്ലൻഡിൽ ഇതിന്റെ മുന്നേ പോയിട്ടുള്ളൂ, അപ്പൊ അതുകൊണ്ട് പറയാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടുന്ന് കോക്കനട്ട് ക്യാൻഡീസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് കോക്കനട്ട് ക്യാൻഡീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കൂടെ ഇവരിവിടെ കാണിച്ചു തരും. ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഇവർ ഈ കോക്കനട്ട് ക്യാൻഡീസ് ഉണ്ടാക്കുന്നതും അതേപോലെ ഇതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡാണ്. ശരിക്കും മെഷീൻ വെച്ച് ചെയ്യുന്ന മാതിരിയാണ് ഈ ചേച്ചി കൈകൊണ്ട് ഇത് ഭയങ്കര സ്പീഡിലാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ക്യാൻഡീസ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്കും അതേപോലെ ഫ്രണ്ട്സിനെല്ലാം കുറച്ച് കോക്കനട്ട് ക്യാൻഡീസ് എല്ലാം വാങ്ങി. പല ഫ്ലേവറിലുള്ള കോക്കനട്ട് ക്യാൻഡീസ് ഉണ്ട്. അപ്പം നമ്മളൊരു 5 ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉള്ള കോക്കനട്ട് ക്യാൻഡിയാണ് മേടിച്ചത്. പിന്നെ അതേപോലെ വിയറ്റ്നാമിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പാമ്പിന്റെ വൈൻ എന്ന് പറയുന്നത്. ഈ പാമ്പിനെ ഇങ്ങനെ കുപ്പിയിലിട്ടിട്ടുള്ള ഈ ഒരു വൈന് ഞാനിത് കണ്ടപ്പോൾ ആ ഏരിയയിലേക്കേ പോയിട്ടില്ല. ഇത് ഇവിടുന്ന് ആൾക്കാർ വാങ്ങി കുടിക്കും, അതേപോലെ നമുക്ക് വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യും. അങ്ങനെ അവിടുന്ന് ഒരു കോക്കനട്ട് ഐസ്ക്രീം എല്ലാം വാങ്ങി കഴിച്ച് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആയ ബോട്ട് റൈഡിന് പോവാണ്. നേച്ചർ കനാൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിലിരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ടെൻഷൻ ആവട്ടോ, കാരണം ഇത് ഭയങ്കര എന്തെങ്കിലും ആടിയാ പോകുന്ന. നമ്മൾ മറ്റേ കോക്കനട്ട് വില്ലേജിൽ പോയ മാതിരിയോ നിംബിനിൽ പോയ മാതിരിയോ അല്ല. ഇവിടെ എന്തായാലും ഡ്രോൺ ഫ്ലൈ ചെയ്യിക്കാൻ പറ്റില്ല, കാരണം ഇതുപോലെയാണ് ഫുള്ള് മരങ്ങൾ, അതായത് ഈ ഓലകൾ, കോക്കനട്ട് ഓലകൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യിക്കുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. കള്ളൻ അജയ് ഫ്രണ്ട് കയറിയിരുന്ന കള്ളനജി ഇങ്ങനെ ആടിയാണ് പോകുന്നത്. ആടി പോകുമ്പോ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. ഈ ബോട്ട് കൂടുതലും തുഴയുന്നത് ലേഡീസ് ആണ് കേട്ടോ. ജെന്റ്സ് ഉണ്ട്, ആണുങ്ങളുണ്ട്, പക്ഷെ വളരെ കുറച്ചാണ്. കൂടുതലും പെണ്ണുങ്ങളാണ് ഇതിങ്ങനെ തുഴയുന്നത്. നമ്മൾ മറ്റേ മാംഗ്രൂവ് ഫോറസ്റ്റിലൂടെ പോകുന്ന മാതിരിയാണ് കോക്കനട്ട് ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോകുന്നത്. ഓ, നല്ല ഭംഗിയുണ്ട്. തൊപ്പിയില്ല എന്ന് പറഞ്ഞപ്പം അജയ്ക്ക് നമ്മുടെ ചേട്ടൻ തൊപ്പിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ വിയറ്റ്നാമീസ് തൊപ്പി. ശരിക്കും മാംഗ്രൂവ് ഫോറസ്റ്റിലൂടെ പോകുന്ന അതേ ഫീൽ തന്നെയാണ്, പക്ഷെ മാംഗ്രൂവിന് വരെ മറ്റേ കോക്കനട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ മാത്രം ആയതുകൊണ്ടിരിക്കും. കാരണം ഞാൻ ഈ വ്ലോഗിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞില്ലേ, നമ്മൾ മാത്രമാണ്, നമ്മൾ ഗ്രൂപ്പ് ടൂറോ അല്ലെങ്കിൽ ഞാനും അജയ് ഒറ്റയ്ക്ക് പോകുമൊന്നും അല്ല. നമ്മൾ ശരിക്കും ഒരു പ്രൈവറ്റ് കാറിൽ ഞാൻ ഗ്രൂപ്പ് ടൂറോ ഞാനും അജയ് ഒറ്റയ്ക്ക് പോവല്ലോ. ഞാനും അജയ് ഒറ്റയ്ക്ക് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇൻസെൻസ് വില്ലേജിലൊക്കെ ഞങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ പോയതാണ്. പക്ഷെ ഇത് നമ്മളൊരു പാക്കേജ് എടുത്തിട്ട് ഗ്രൂപ്പില്ല, പ്രൈവറ്റ് ടൂർ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ശരിക്കും നല്ല രസമുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനി നമ്മൾ ഏതെങ്കിലും ഒരു അടുത്ത ഇന്റർനാഷണൽ ഏതെങ്കിലും പുതിയൊരു കൺട്രി പോവുകയാണെങ്കിൽ ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ഭയങ്കര റിലാക്സ്ഡ് ആണ്. നമ്മുടെ സമയത്തിനനുസരിച്ചിട്ടാണ് എല്ലാം. നമുക്കിപ്പം കോണ്ടന്റ് ഷൂട്ട് ചെയ്യുന്നതല്ല, പക്ഷെ അല്ലാതെ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആണ്. ഇവിടെ അങ്ങനെ വലിയ ക്രൗഡ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു അത് ഇന്ന് മൺഡേ അല്ലേ, ഇന്നലെ വരെ നല്ല ക്രൗഡ് ആയിരുന്നു. വീക്കെൻഡ്സിൽ നല്ല ക്രൗഡ് ആയിരിക്കും. വീക്ക് ഡേയ്സിൽ അങ്ങനെ നമ്മൾ വന്നത് നല്ല കറക്റ്റ് സമയത്താണ്. ഞാൻ മഴ കാരണം പണി കിട്ടുമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല മഴയായിരുന്നു. സൂര്യഭഗവാൻ ഉദിച്ചു നിൽക്കുന്നോണ്ട് നല്ല രസമുണ്ട്, അടിപൊളി ഫീലാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് റൈഡ് കഴിഞ്ഞു. ബൈ. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറോളം അവര് എന്താ പറയാ നമുക്ക് ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ ബോട്ടിൽ തന്നെ കയറിയിട്ടാണ് നമ്മൾ തിരിച്ച് അപ്പുറത്തേക്ക് പോകുന്നത്. അവിടെയാണ് ആനി വെയിറ്റ് ചെയ്യുന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് ബോട്ടിന്റെ മുകളിൽ ഇരുന്നിട്ട് അജയുടെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് തിരിച്ചു പോവാണ്. നമ്മുടെ ഗൈഡ് അങ്കിളും സൂപ്പർ ആയിരുന്നു. യുവർ നെയിം?
My name Hua. ഹുവാ അങ്കിളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഗൈഡ്. Means flower. അടിപൊളി അങ്കിളായിരുന്നു. സൂപ്പർ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള സപ്പോർട്ട്, നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഒക്കെ ആയിരുന്നു. പിന്നെ ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് എടുത്തു പറയാനുള്ളത് അജയുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് പുള്ളിക്കാരൻ പൈസ കൊടുത്ത് അത് ഹെൽപ്പ് ഒക്കെ ചെയ്തു. അപ്പൊ ആള് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. സോ ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി നോക്ക്, നമ്മുടെ വണ്ടി നോക്ക്. അപ്പം ഞങ്ങളിതേ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഓൾമോസ്റ്റ് ഒരു 2 hours ഡ്രൈവ് ഉണ്ട് തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.